ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ, ഇത് വിജയദശമിയുടെ മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. മുന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലോട്ടൊന്ന് പോയി വന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണെന്ന് പറയാം. അപ്പോൾ ഞാനും കുഞ്ഞനും അമ്മും കൂടിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോണത്. നമ്മുടെ സ്വന്തം ഭരതേട്ടൻ്റെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങളൊന്ന് വീട്ടിൽ പോയി വരാമെന്ന് കരുതി. അവിടെ ചേച്ചി, കുട്ടികൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിജയദശമി ആയിട്ട് 2-3 ദിവസം ലീവൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ വീട്ടിലോട്ട് അങ്ങനെ നിൽക്കാനൊന്നും പോയിട്ടില്ല. കാരണം ഞങ്ങളിവിടെ അമ്പലത്തിൽ പൂജയ്ക്ക് ബുക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ പോയില്ല. ഞങ്ങൾ രാവിലെ മുതൽ റെഡി ആയിട്ട് ഇറങ്ങാൻ തുടങ്ങിയതാണ്. പക്ഷേ പോവാൻ സമയം ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയത്. പിന്നെ ഓട്ടോ യാത്ര എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ പോകുമ്പോൾ അധികം അവനെ അറിയാം അമ്മമ്മയുടെ വീട്ടിലേക്കായിരിക്കും പോണത് എന്നുള്ളത്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും എവിടേക്കാണ് പോകുന്നത് ചോദിച്ചാൽ അമ്മമ്മയുടെ അവിടേക്കാണെന്നുള്ള പറയും. അപ്പോൾ അത് എൻ്റെ തറവാട്, ഇതിലോട്ട് പോയാൽ എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ കുഞ്ഞിനെ കാത്തിട്ട് അവിടെ ഒരു കൂട്ടം ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട് സൂറാത്താൻ്റെ ഗുരു ഞാനാണ്. എല്ലാം ഉണ്ട് അല്ലേ? അതെവിടുന്നേലും വന്നു. ആരാ ഇത്? ആ കിട്ടി കിട്ടി. കാശപ്പെത്തി ഇതെന്താ ഇവിടെ ഇരിക്കുന്നേ? അതിനെ നന്നൂടെ മറിച്ചിട്ട് അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും വന്ന് പൊതിഞ്ഞിരിക്കുകയാണ് കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാനും പിന്നെ ഇവരൊക്കെ അപ്പോൾ ഇരുന്നിട്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാശുവിനെയും നന്ദുവിനെ എല്ലാവരെയും ഫോൺ വിളിച്ച് ഓരോരുത്തരെയും ചോദിക്കും. അപ്പോൾ അമ്മമ്മ, അമ്മച്ച, കാശു, നന്ദു, മുത്തശ്ശി ഇങ്ങനെ ഓരോരുത്തരെയും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഹാപ്പിയാണ്. പിന്നെന്താണ്, പിന്നെ നോൽമ്പായത് കാരണം തന്നെ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അവിടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് അത് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഒരാൾക്കും അത് തൊടാനും സമ്മതിക്കണില്ല. നന്ദുവിനൊരു ഒരു യുദ്ധം തന്നെ നടന്നു എന്ന് പറയണം. നന്ദു അതെന്ന് ഒരെണ്ണം എടുത്തേന്. എരിവ് കുറച്ച് കുറവ് തന്നെ ആയിരുന്നു അത്, കാരണം കുഴപ്പമില്ല. എന്നാലും എന്താ പറയുക, അതിനത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇന്നത്തെ പാചകം ഫുള്ള് ചേച്ചിയായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പച്ചക്കറി ഐറ്റംസ് അതുപോലെ തന്നെ ഇന്ന് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഉറങ്ങിയാലോ കുഞ്ഞാ? പിന്നെ കൂടുതൽ സമയമൊന്നും കളഞ്ഞില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. അത് വീഡിയോ എടുക്കാൻ മറന്നു. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീറ്റപ്പോഴാണ് ചിറ്റ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുഞ്ഞ് ഉറങ്ങി നീറ്റ് വന്നിട്ടുള്ള ഒരു കലിപ്പിലാണേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പണ്ടൊക്കെ എങ്ങനെയൊക്കെ കൂടിയെന്ന് സംസാരിക്കുമ്പോൾ എന്താ പറയുക, അപ്പുറത്തേയും കഥകളൊക്കെ ആവും പറയുക. ഇപ്പോൾ സാധാരണ യൂട്യൂബിൽ കണ്ടതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വളർച്ചേനെ പറ്റിയിട്ടൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ വിശേഷങ്ങളെക്കാൾ കൂടുതൽ എന്തായി യൂട്യൂബ് ചാനൽ, എന്തായി, അതിനെത്ര സബ്സ്ക്രൈബേഴ്സായി, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത്. ഭാഗ്യം, അതെങ്കിലും നമുക്ക് സംസാരിക്കാനൊരു ടോപ്പിക് ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കുക. അത് തന്നെ. അത് കഴിഞ്ഞ് ചിറ്റ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അമ്മയുടെ ചെടികൾ കുറേ അവിടെ ഇവിടെയൊക്കെ കൊടുന്നിരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് പറിച്ചെടുത്തു. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ബാർട്ടർ സിസ്റ്റമാണല്ലോ. എൻ്റെ വീട്ടിലുള്ള ചെടികൾ അങ്ങോട്ട് കൊണ്ടുകൊടുക്കുക, അവിടെയുള്ള ചെടികൾ ഇങ്ങോട്ട് പറിച്ചു കൊണ്ടുവരിക, അത് നട്ടു വളർത്തുക എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോഴും ആ ഒരു സിസ്റ്റം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്, പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ റോസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച വീട്ടിൽ വന്ന് നിന്ന് പോയപ്പോഴേക്കും അതൊക്കെ
പോയി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് നല്ല റോസിൻ്റെ തൈകളും അതുപോലെ തന്നെ വേറെ കുറച്ച് ചെടികളൊക്കെ പറിച്ചെടുത്തു. പിന്നെ കുഞ്ഞൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വീഡിയോസും റീൽസൊക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങളൊന്ന് എന്താ പറയുക പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താ പറയുക നമ്മൾ ഇറങ്ങിയ സമയം ശരിയല്ല എന്ന് വേണം പറയാൻ. മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. പിന്നെ അധിക നേരമൊന്നും അവിടെ നിന്നില്ല, റീൽസ് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ അങ്ങോട്ട് വീഡിയോ എടുത്തു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിൽ കയറി. അപ്പോൾ എല്ലാത്തിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, മഴ പെയ്ത് തുടങ്ങി. ബാക്ക് സൈഡായിട്ടൊരു പാടമുണ്ട്. ആ പാടമൊക്കെ ഇപ്പോൾ എന്താ പറയുക ഞാറ് നടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അമ്മ തൊത്തയുടെ അമ്മ തൊത്ത് നമ്മുടെ തൊത്ത ആടാ ഏടെ ഇതിന്റെ ചൊത്താട്ടോ. ഇതിന്റെ കുഞ്ഞൻ ചൊത്താണേ. ഈ കുഞ്ഞൻ ചൊത്തിന്റെ പേരാണ് ജുവി. ജുവി പൊട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. സൂപ്പറാണോ ജുവിക്ക് പൊട്ട്? ജുവിയുടെ പൊട്ട് ചെരിഞ്ഞിട്ടാണല്ലോ കറക്റ്റ് ആയിട്ടിട്. ശരിയായ സൂപ്പർ. അമ്മു പോയാ മുറ്റത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മുവിനെയും നന്ദുവിനെയും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞൻ അവരുടെ ഇടയിൽ കളിക്കാൻ ഇറങ്ങി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് സായിട്ടം വന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളധികം നേരുന്നില്ല, നാളെ അമ്പലത്തിലെ പരിപാടികളൊക്കെ ഇല്ലേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി യാത്ര പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റ ബൈ സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.